السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്നും ആ പ്രവാചകനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തിയെന്നും പ്രവാചക സ്നേഹത്തിൻ്റെ മഹത്വവും അതിൻ്റെ രൂപവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവനേക്കാളേറെ, സ്വന്തം ശരീരത്തെക്കാൾ അവിടുന്ന് പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ഏറെ വേദനയുണ്ടാക്കേണ്ടതും ചരിത്രത്തിൽ ഏതൊരു സന്ദർഭത്തിൽ അത് വായിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കേണ്ടതുമായ ഒരു സംഭവമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നുള്ളത്. അത് നമുക്കറിയാം, ഈ റബീഉൽ അവ്വൽ മാസത്തിലെ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇമാം അദ്ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, ഇദാ അസാബ അഹദുക്കുമുൽ മുസീബ, നിങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കൊരാൾക്ക് ബാധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു ദുനിയവിയായ ഒരു വിഷയത്തിൽ, അങ്ങനെ ബുദ്ധിമുട്ട് ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, എൻ്റെ വിഷയത്തിൽ അവന് ബാധിച്ച മുസീബത്തിനെ അവൻ ഓർത്തുകൊള്ളട്ടെ. കാരണം ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, എൻ്റെ കാര്യത്തിൽ അവന് ബാധിച്ചൊരു മുസീബത്തുണ്ട്, അതാണ് അവന് ഏറ്റവും വലിയ മുസീബത്ത് എന്നവിടുന്ന് പറയുകയുണ്ടായി. എന്താണ് അതിൻ്റെ അർത്ഥം? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചത്. അതോ മുസ്ലിം ഉമ്മത്തിന് ബാധിക്കാനിരിക്കുന്ന എത്ര വലിയ മുസീബത്തായിരുന്നാൽ പോലും, എത്ര വലിയ മുസീബത്ത് ബാധിച്ചാലും പ്രവാചകന്റെ വഫാത്തിനേക്കാളും വലിയ ഒരു മുസീബത്ത് മുസ്ലിം ഉമ്മത്തിന് വരാനില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. കാരണം അതോടുകൂടി വഹി അവസാനിക്കുകയാണ്. പിന്നെ വഹിയിനൊരു അവസരമില്ല എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണ് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മഹദിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അതേപോലെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടാളും കൂടി മഹദിയായ ഉമ്മു ഐമൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നൊരു രംഗമുണ്ട്. അവിടെ മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഇവരെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞു, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ നമ്മളാരും വിഷമിക്കേണ്ടതില്ല. കാരണം നമുക്ക് ദുനിയാവിൽ പ്രവാചകൻ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ ഖൈറാണ് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രവാചകന് ലഭിച്ചത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല.
എന്ന് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ പ്രവാചകന്റെ വഫാത്തിൽ വിഷമിക്കുന്നത് നമ്മുടെ അടുത്തുണ്ടായിരുന്നതിനേക്കാൾ ഖൈർ പ്രവാചകൻ അവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലല്ല, നേരെ മറിച്ച് ഞാൻ കരയുന്നത് ആകാശത്തു നിന്നുള്ള വഹി അവസാനിച്ചിരിക്കുന്നു എന്ന വിഷമമാണ് എനിക്ക്. ഇനി വഹി വരാനില്ല, ഖിയാമത്ത് നാൾ വരെ ഒരു പ്രവാചകൻ വരാനില്ല, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയും വരാനില്ല, അതവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം സത്യമാണ്. നിങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നമ്മൾ എടുത്തു നോക്ക്, എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. നബി തങ്ങളോട് ചോദിച്ചാൽ മതി, ആ അഭിപ്രായ വ്യത്യാസം അവിടെ തീർന്നു, ആ തർക്കം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. പ്രവാചകന്റെ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അതൊരു വലിയ മുസീബത്താണ്. എപ്പോഴും തർക്കമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്, സംവാദങ്ങളും മറ്റുമൊക്കെയായി മുസ്ലിം സമുദായം ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ആവശ്യവുമാണ്. പക്ഷേ ഞാൻ പറയുന്നത് പ്രവാചകന്റെ വഫാത്ത് മുസ്ലിമീങ്ങൾക്കൊരു മുസീബത്താണ് എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, പ്രവാചകൻ വഫാത്തിന് ഒരുപാട് മുമ്പ് തന്നെ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചില സൂചനകൾ സ്വഹാബികൾക്ക് നൽകിയിരുന്നു. അതിലൊന്നാണ് പ്രവാചകന്റെ വഫാത്തിന് തൊട്ടു മുമ്പുള്ള റമദാൻ മാസത്തിൽ പ്രവാചകൻ എല്ലാ വർഷവും 10 ദിവസം ഇഅ്തികാഫിരുന്നിരുന്ന പ്രവാചകൻ ആ വർഷം 20 ദിവസം ഇഅ്തികാഫിരുന്ന് നമുക്ക് കാണാം. റമദാനിലെ 11 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 പത്തുകളിൽ, രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 പ്രവാചകൻ ഇഅ്തികാഫിരുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. ഹിജ്റ 10-ാം വർഷം സ്വഹാബികളെയും കൂട്ടി ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ സമയത്ത് ആ ഹജ്ജിലും ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ അവിടുന്ന് നൽകിയിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജത്തുൽ വിദാഇന്റെ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുതുബയൊക്കെ അവസാനിച്ച് അറഫയിൽ ഖുതുബയുടെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, എനിക്കറിയില്ല, ലാ അദ്രി, എനിക്കറിയില്ല, ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നീട് നാളെ ഒരിക്കൽ ഇതേ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. വഫാത്തിനെ കുറിച്ചുള്ളൊരു സൂചനയായിരുന്നു. പിന്നീട് പ്രവാചകൻ ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് സമാനമായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ മനാസികക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിങ്ങൾ ഓരോന്നായി പഠിക്കണം, എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ മറ്റൊരു ഹജ്ജ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു സൂചനയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് പ്രവാചകൻ ചെയ്തത്. ആ ഹജ്ജ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ആ മനാസിക്, ആ പ്രവാചകന്റെ ഹജ്ജിന്റെ രൂപങ്ങൾ വിശദമായി വിശദീകരിച്ച ഹദീസുകളുണ്ട്, അല്ലെങ്കിൽ ഹദീസുണ്ട്. ആ ഹദീസിൽ എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചത് അതുപോലെയാണ് ഇന്ന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ വർഷങ്ങളായിക്കൊണ്ട് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ ചില സൂചനകൾ നൽകിയിരുന്നു എന്നാണ്. പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചില സൂചനകൾ. അത് ചില സ്വഹാബികൾക്ക് മനസ്സിലായി, ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല. പലരും പല അർത്ഥത്തിലുമാണ് അതിനെ മനസ്സിലാക്കിയത്. ഏതായിരുന്നാലും ഹിജ്റ 11-ാം വർഷം 29-ാം സഫർ 29-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ ജനാസ, ഒരു സ്വഹാബിയുടെ മയ്യത്ത് ജനാസ മറമാടി ഖബർസ്ഥാനിയിൽ നിന്ന്, ബഖീഇൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് പ്രവാചകന് രോഗം ബാധിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രവാചകൻ രോഗിയായി, ശക്തമായ മരണത്തിന് കാരണമായ രോഗത്തിൻ്റെ തുടക്കം അവിടുന്നാണ്. പിന്നീട് 11 ദിവസം രോഗിയായി കൊണ്ടിരിക്കെ പ്രവാചകൻ സഹാബികൾക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പ്രവാചകൻ നേതൃത്വം നൽകി എന്നുള്ളതാണ്. അങ്ങനെ 11 ദിവസം നേതൃത്വം നൽകി. രോഗം മൂർജിച്ചു വരുമ്പോൾ, രോഗം കൂടി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബികളോടായിക്കൊണ്ട്, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഭാര്യമാരോട് ചോദിച്ചു, ഐന അനൽ യൗം ഐന അന ഗദൻ,
അതോ പ്രവാചകൻ്റെ ഓരോ ഭാര്യമാർക്കും ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ഇന്ന ഭാര്യയുടെ വീട്ടിൽ ഇന്ന ദിവസം. അപ്പോൾ പ്രവാചകന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാനായിരുന്നു ആ ദിവസം ആഗ്രഹം. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് ഞാൻ ആരുടെ വീട്ടിലേക്കാണ് പോകാനുള്ളത്, അതേപോലെ നാളെ ഞാൻ ആരുടെ വീട്ടിലാണ് താമസിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു ഭാര്യമാർ അവർ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പ്രവാചകൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാൻ അനുവാദം നൽകി എന്നുള്ളതാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന രണ്ട് സ്വഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ചുരുക്കി പറയാണ്, വിശാലമായി വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മഹദി പരിശുദ്ധ ഖുർആനിലെ മുഅവ്വദത്തൈനിയും ഖുർആനിൻ്റെ അവസാനത്തെ സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ് അതേപോലെ സൂറത്തുൽ ഫലഖ് സൂറത്തുൻ നാസ് അടങ്ങുന്ന സൂറത്തുകൾ ഓതിക്കൊടുത്തു. അങ്ങനെ ഓതി സ്വന്തം മഹദിയുടെ കൈകൊണ്ട് തടവുന്നതിന് പകരം പ്രവാചകൻ്റെ കൈകൊണ്ട് തടവി. പ്രവാചകൻ്റെ കൈയുടെ ആ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ കൈകൊണ്ട് തന്നെ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവൻ തടവി എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. പ്രവാചകൻ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച ദിവസം പ്രവാചകൻ്റെ രോഗം ശക്തമായത് നമുക്ക് കാണാം. തലക്കും വയറിനും ശക്തമായ വേദനയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുണ്ടായിരുന്ന ഭാര്യമാരോട് തലയിലേക്ക് വെള്ളമൊഴിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്വഹാബിമാരോട് അല്ലെങ്കിൽ കൂടെയുണ്ടായവരോട് തലയിലേക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു ആശ്വാസം ലഭിക്കാൻ. കുറച്ചു നേരത്തേക്ക് ആശ്വാസം ലഭിച്ചെങ്കിലും ആ ആശ്വാസം ലഭിച്ച സമയത്ത് സ്വഹാബികളുടെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിൽ പോയി മിമ്പറിലിരുന്നു കൊണ്ട് പ്രവാചകൻ സ്വഹാബത്തിനോടായി ഒരു ഖുതുബ നടത്തുന്നുണ്ട്. ആ ഖുതുബയിൽ പറയുന്ന ഒരു വാചകം നമുക്കൊക്കെ വലിയ പാഠമുണ്ട്. ആ പ്രവാചകൻ്റെ വാചകത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്ദൻ, ഒരടിമ, അള്ളാഹുവിൻ്റെ ഒരടിമ, ആ അടിമക്ക് ഖയ്യറഹുല്ലാഹ്, അള്ളാഹു 2 ഓപ്ഷനുകൾ നൽകി, 2-1 തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി. എന്താണ് 2 ഓപ്ഷനുകൾ? ഒന്ന്, അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാഷാ. ഒന്നാമത്തെ ഓപ്ഷന് ദുനിയാവിൽ അവൻ ആഗ്രഹിക്കുന്നത്, അവൻ എന്ന് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണോ, ആ അടിമ ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്തും നൽകുക. ദുനിയാവിൻ്റെ ഭംഗിയിലുള്ള ദുനിയാവിൻ്റെ എന്തും ആഗ്രഹിക്കുന്നത്രയും നൽകുക. ഒരു ഓപ്ഷൻ അതാണ്. രണ്ടാമത്തേത് വബൈനമാ ഇൻദഹു, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് നൽകുക. ഈ 2 ഓപ്ഷന് ഒരടിമക്ക് അള്ളാഹു നൽകി. ആ അടിമ എന്ത് ചെയ്തു? ഫഖ്താറ മാ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുത്തുള്ളതിനെ തെരഞ്ഞെടുത്തു എന്നാണ് നബി ആ ഖുതുബയിൽ പറഞ്ഞത്. അതിൽ ചില സ്വഹാബികൾക്ക് അത് മനസ്സിലായി. ആ മനസ്സിലായ കൂട്ടത്തിലായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് സ്വഹാബികൾ പറയുന്നത് കാണാം. നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി മാറി നിന്നുകൊണ്ട്, പ്രായമായ ഒരു വ്യക്തി അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറി നിന്നുകൊണ്ട് കരയുകയും ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാത്തിന എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാണ്. അതായത് അറബികളുടെ പ്രയോഗമാണ്. ഉപ്പയും ഉമ്മയും പ്രവാചകരെ താങ്കൾക്ക് നാം പകരമായി നൽകിയിട്ടുണ്ട്. അഥവാ അറബികൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രൂപമാണ്. അങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ അവർ സംശയിച്ചു. കാരണം പ്രായമായ ഒരു വ്യക്തി അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഈ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചില സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു സ്വഹാബി അതിനെക്കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ അടിമ. അഥവാ നബി തങ്ങൾക്ക് അള്ളാഹു 2 ഓപ്ഷൻ നൽകിയെന്നാണ്. ഒന്ന്, ദുനിയാവിൽ നബി തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നിഅമത്ത്, അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞത് എന്നാണ്. ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് കാണാം. വമാ സഹ്റത്തു ദുനിയാ യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബറക്കാത്തുൽ അർദ്, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ ഇരട്ടിയായി നൽകപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ഒരു ചെറിയ പാഠം നമുക്കുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾക്ക് അള്ളാഹു ഒരു ഓപ്ഷൻ നൽകണം. ദുനിയാവിൽ എത്ര വേണമെങ്കിലും തരാം. ഒരു ഓപ്ഷൻ അതായിരുന്നു. ദുനിയാവിലെ എന്തും, ദുനിയാവിൽ ആഗ്രഹിക്കുന്നതെന്തും, ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും, സഹ്റത്തു ദുനിയ, ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും നൽകാം. ഒരു ഓപ്ഷൻ അതായിരുന്നു.
രണ്ട് അള്ളാഹുവിൻ്റെ അടുത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ അടുത്തുള്ളതായിരുന്നു. അപ്പം അത് നബിക്കറിയാം, ദുനിയാവിലുള്ളത് എത്ര ഇരട്ടിയായി നമുക്ക് ലഭിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു നിഅമത്ത് അത് നമുക്ക് ലഭിച്ചാൽ ദുനിയാവിലേതൊന്നും ഒന്നുമല്ലാതെയായി നമുക്ക് തോന്നുമെന്നറിയാം. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ പണക്കാരൻ. ആ വലിയ പണക്കാരൻ നാളെ പരലോകത്ത് സ്വർഗം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർഗത്തിലെ അനുഭൂതികളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും ഹൈറ് ദുനിയാവിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറ് നിങ്ങൾ ദുനിയാവിൽ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സ്വർഗത്തിലെ അനുഭൂതികൾ കണ്ടാൽ ആ മനുഷ്യൻ പറയാ ഒന്നുമില്ല എന്നാണ്. കാരണം അത്രയും അനുഭൂതികൾ നിറഞ്ഞതാണ് സ്വർഗം എന്നുള്ളത്. മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലേ. ദുനിയാവിലുള്ള ചില അനുഗ്രഹങ്ങൾ, ദുനിയാവിലുള്ള ചില ഫലങ്ങളുടെ പേര്, അല്ലെങ്കിൽ ദുനിയാവിൽ നമ്മൾ ആസ്വദിക്കുന്ന എന്തെങ്കിലും ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു അത് പേരിൽ മാത്രമാണ് ദുനിയാവുമായി സാമ്യതയുള്ളത്. പരലോകത്തേക്ക് ചെന്നാൽ അതിനും ദുനിയാവിലുള്ള ആ വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള അനുഗ്രഹങ്ങളാണ്. നമ്മളും അതിന് തയ്യാറാകണം എന്നുള്ളതാണ്. ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനങ്ങളും ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന അനുഭൂതികളും ഒക്കെയുണ്ട്. അത് നഷ്ടപ്പെടുത്തണ്ട എന്നല്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കണ്ട എന്നല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ച സ്വർഗലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നാം കൂടുതൽ അധ്വാനിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാന നിമിഷത്ത് നടന്ന ചില സംഭവങ്ങൾ. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ ചുരുക്കി പറയാൻ. ആ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ പ്രവാചകൻ നൽകിയ ഏറ്റവും വിലപിടിപ്പുള്ള ചില ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് നൽകിയ ചില ഉപദേശങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് നബി തങ്ങൾ പറഞ്ഞു, അഹ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ. നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എൻ്റെ ഉമ്മത്തെല്ലാവരും ദരിദ്രന്മാരായിത്തീരും, പണമില്ലാത്തവരായി, ഫക്കീറുകളായി, മിസ്കീനുകളായി പോകും എന്ന പേടി എനിക്കില്ല. എൻ്റെ പേടി എന്താണ്? നിങ്ങൾക്ക് ദുനിയാവിലെ അനുഭൂതികൾ നൽകപ്പെടുമെന്ന പേടിയാണ് എനിക്കുള്ളത്. സ്വഹാബികൾ ചോദിച്ചു, വമാ സഹറത്തു ദുനിയ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ ദുനിയാവിലെ സഹറത്ത്, ദുനിയാവിലെ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ പറഞ്ഞു, ബറകാത്തുൽ അർള്, ദുനിയാവിലെ ആസ്വാദനങ്ങൾ ഇരട്ടിയാക്കി നൽകപ്പെടുക എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ടാമത് നബി തങ്ങൾ ആ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത്, രോഗിയായി കിടക്കുന്ന സമയത്ത് രണ്ടാമത് സ്വഹാബത്തിന് നൽകിയ ഉപദേശം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദികൾക്കും നസാറാക്കൾക്കുമേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. അവരെന്താണ് ചെയ്തത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റി, സുജൂദ് ചെയ്യുന്ന, ആരാധനകൾ ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. വലിയ ഗൗരവമുള്ള ഉപദേശമായിരുന്നു അത്. അല്ലെ, നമ്മൾ മുൻഗാമികളുടെ ചരിത്രം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക്, എങ്ങനെയാണ് ശുദ്ധ മുവഹിദുകളായ ആളുകളിലേക്ക് ഷിർക്ക് കടന്നു വന്നത് നോക്കൂ നിങ്ങൾ. ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ കാലത്ത് മുശ്രിക്കീങ്ങളില്ല, 10 തലമുറയിൽ മുശ്രിക്കീങ്ങളില്ല, മുവഹിദുകൾ മുസ്ലിമീങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് മുശ്രിക്കീങ്ങൾ കടന്നു വന്നത്? എന്തിലൂടെയാണ് കടന്നു വന്നത്? വിഗ്രഹ ആരാധനയിലൂടെയല്ല. മുസ്ലിം ഉമ്മത്തിലേക്ക് മുശ്രിക്ക് കടന്നു വന്നത് വിഗ്രഹ ആരാധനയിലൂടെയല്ല, നേരെ മറിച്ച് ഖബറുകളിലൂടെയാണ്. സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞ് സ്വാലിഹീങ്ങളെ മഹത്വവൽക്കരിച്ച് സ്വാലിഹീങ്ങൾക്ക് നൽകേണ്ടതിലും കൂടുതൽ സ്ഥാനം നൽകി അവരെ പുകഴ്ത്തി അവരെ ഖബറിനെ ആരാധിക്കുന്നിടത്തേക്ക് മുസ്ലിം ഉമ്മത്തെത്തി. നൂഹ് നബി അലൈഹിസ്സലാം അങ്ങനെയുള്ള സമുദായത്തിലേക്കാണ് കടന്നു വരുന്നത്. എല്ലാ അമ്പിയാക്കന്മാരുടെ അവസ്ഥ അത് തന്നെ. പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കളുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാമും സമാനമായത് തന്നെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നു, പ്രവാചകന്റെ ഖബറും ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറുമോ എന്ന പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്
ഇത് സഹിയായ ഹദീസാണ്. ഇമാം മുവത്തയിൽ ഇമാം മാലിക് ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവേ, ഞാൻ എന്നെ ആക്കി തീർക്കല്ലേ, എൻ്റെ ഖബറിനെ നീ ആക്കി തീർക്കരുത്, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി തീർക്കരുതേ എന്നാണ്. ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി എൻ്റെ ഖബറിനെ നീ തീർക്കരുതേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റിയ സമൂഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ദേഷ്യം അത് അധികരിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ച ഒന്നാണ് ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അള്ളാഹു എൻ്റെ ഖബറിനെ ഒരു ഈദ് നടക്കുന്ന, ഒരു ആഘോഷം നടക്കുന്ന സ്ഥലമാക്കി മാറ്റരുതേ അല്ലാ എന്ന് എത്രയോ തവണ പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഇത്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവം കാണിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ, ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാണ് മുസ്ലിം ഉമ്മത്ത് പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഏതെങ്കിലും ചില മക്ബറകൾ ഉണ്ടാകും, ആ മക്ബറകളിലേക്കാണ് മുസ്ലിം ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകളും പോകുന്നത്. പോകുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ പരിശോധിച്ചു നോക്കണം. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ ഇന്ന മക്ബറയിലേക്ക് ഇത് നേർച്ചയാക്കിയാൽ പ്രയാസങ്ങൾ നീങ്ങും. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്ക്, എത്ര ഗൗരവമുള്ളതാണ് ഈ ഹദീസ്. ആ അവസ്ഥയിലേക്ക് പ്രവാചകൻ എന്തിനെയാണോ പേടിച്ചത്, ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് ഇന്ന് എത്തിപ്പെടുന്ന ഒരു വേദനാജനകമായ അവസ്ഥയാണ് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെയും ചില ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ദിവസം അത് കഴിഞ്ഞു. പിന്നീട് വ്യാഴാഴ്ചയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ശക്തമായി. രോഗം മൂർച്ഛിച്ച സമയത്ത് പ്രവാചകൻ അന്നത്തെ ദിവസം 4 നേരം മാത്രമാണ് ഇമാമായി കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചത്. ഇശാഇൻ്റെ സമയമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു പ്രവാചകൻ്റെ. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം ബോധം തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ ആദ്യം ചോദിച്ച ചോദ്യം അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമസ്കാരത്തിന് തൊട്ടു മുമ്പാണ് പ്രവാചകൻ്റെ ബോധം നഷ്ടപ്പെട്ടത്. അങ്ങനെ ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് മറുപടി ലഭിച്ചപ്പോൾ പ്രവാചകൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഉദൂ ചെയ്യാൻ വേണ്ടി വിചാരിച്ചപ്പോൾ വീണ്ടും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയപ്പോൾ വീണ്ടും പ്രവാചകൻ്റെ ബോധം നഷ്ടപ്പെട്ടു. രണ്ടാമത് ഇങ്ങനെ 3 തവണ ആവർത്തിച്ചു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ദിവസവും കഴിഞ്ഞുപോയി. അങ്ങനെ വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞു. ശനിയാഴ്ചയായപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മാറി എന്നുള്ളതാണ്. അങ്ങനെ അന്നത്തെ ളുഹറിൻ്റെ സമയത്ത് ഒരു ചെറിയ ആശ്വാസം പ്രവാചകന് ലഭിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് രണ്ടാളുടെയും തോളത്ത് കൈയിട്ട് പ്രവാചകൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി. അങ്ങനെ പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ളുഹർ നമസ്കരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ നിൽക്കുകയായിരുന്നു, ഇമാമ് നിൽക്കാൻ വേണ്ടി. പ്രവാചകൻ വരുന്നത് കണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് നിന്നു. പക്ഷെ പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, നിങ്ങൾ തന്നെ ഇമാമ് നിന്നാൽ മതി എന്ന അർത്ഥത്തിൽ. അത് പ്രവാചകൻ്റെ ഒരു സൂചനയായിരുന്നു. പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം ആർക്ക് നൽകണമെന്നതിനുള്ള ഒരു സൂചനയായിരുന്നു. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നപ്പോഴൊക്കെ പ്രവാചകനെ തൃപ്തിപ്പെട്ടിരുന്നില്ല. വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് ഇമാമ് നിന്നത്. അപ്പോൾ ഈ ഉമ്മത്തിൽ പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം നൽകേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണെന്നുള്ളതിനുള്ള ഒരുപാട് സൂചനകളിൽ ഒരു സൂചനയാണിത്. അങ്ങനെ മരണത്തിൻ്റെ തലേ ദിവസം, പ്രവാചകൻ വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ്, അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ചയാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടിമകളെ എല്ലാവരെയും മോചിപ്പിച്ചു. പ്രവാചകൻ അടിമകളുണ്ടായിരുന്നു, അവരെയൊക്കെ മോചിപ്പിച്ചു. 7 ദിർഹം പണം, 7 ദിർഹം അതാണ് പ്രവാചകൻ്റെ അടുത്തുണ്ടായിരുന്നത്. ആ 7 ദിർഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനം ചെയ്തു.
പ്രവാചകന്റെ അടുത്ത് വാളുണ്ടായിരുന്നു. ആ വാള് മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ളതെന്തോ അതെല്ലാം ദാനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ മരണം സംഭവിച്ച തിങ്കളാഴ്ച ദിവസം ദുഹാ സമയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വഫാത്ത് സംഭവിച്ചത്. അല്ലേ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്ക് വന്ന ദിവസം, ആ മദീനക്ക് പ്രവാചകൻ വന്ന ദിവസത്തെക്കാളും പ്രകാശപൂരിതമായ, മദീന പ്രകാശപൂരിതമായ മറ്റൊരു ദിവസത്തെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മനോഹരമായിരുന്നു ആ ദിവസം. സ്വഹാബികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വശഹിത്തുഹു യൗമ മൗതിഹി, പ്രവാചകൻ വഫാത്തായ ദിവസവും ഞാൻ ആ മദീനക്ക് സാക്ഷിയായിട്ടുണ്ട്. പ്രവാചകൻ വഫാത്തായ ദിവസമാകട്ടെ ഫമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസത്തെക്കാളും മോശമായ ഒരു ദിവസം, പ്രവാചകൻ വഫാത്തായ ദിവസത്തെക്കാളും ഇരുട്ടിൽ നിറഞ്ഞ ഒരു ദിവസത്തെ മദീനയെ ഞാൻ പിന്നെ അത്രയും മോശമായും അത്രയും ഇരുട്ടിൽ നിറഞ്ഞതായി പിന്നീട് മദീനയെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകന്റെ സ്വഹാബികൾ പറയുന്ന വാക്കാണ്. അങ്ങനെ ഹദീസുകൾ, പ്രവാചകന്റെ സ്വഹാബികൾ പറഞ്ഞ വാക്കുകൾ എത്രയോ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സംഭവിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണം, ഇന്ന് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നത് എന്തൊക്കെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. പ്രവാചകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. പ്രവാചകന്റെ ജന്മദിനമാണ് കൊണ്ടാടുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്, അല്ലേ? ആഘോഷങ്ങൾ എന്തായാലും ഉണ്ട്, അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ അതിനൊക്കെ പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ എത്ര കാര്യങ്ങളാണ് പ്രവാചകന്റെ പേരിൽ നടന്നത്, അല്ല? മ്യൂസിക്കുകളും ഡിജയും പാട്ടും, മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടുകളിൽ വരെ മ്യൂസിക്കുകൾ നിറഞ്ഞ പാട്ടുകളാണ് പാടിയത്. എത്രത്തോളം പ്രവാചകന്റെ സുന്നത്തുകൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജന്മദിനം. അത് ഏത് ദിവസമാണ്? പ്രവാചകൻ വഫാത്തായ ദിവസം, സ്വഹാബികൾ കരഞ്ഞ ദിവസം, നബി തങ്ങളുടെ ഭാര്യമാർ കരഞ്ഞ ദിവസം, മദീന മുഴുവനും ഇരുട്ടിലായ ദിവസം, അതേ ദുഹായുടെ സമയം. ആലോചിച്ചു നോക്കണം നമ്മൾ. മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകനിൽ നിന്ന് അകറ്റിയത് ആരാണ്, അല്ലെ? പ്രവാചകനോട് സ്നേഹമുള്ള, യഥാർത്ഥ സ്നേഹമുള്ള പ്രവാചക സ്നേഹി ചെയ്യേണ്ടത് എന്താണ്? ആലോചിച്ചു നോക്കണം നമ്മൾ. ദുഃഖം ആചരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് ആ ദിവസം ആഘോഷിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ്? അതും പ്രവാചകനോട് ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, ഇതിൻ്റെ തുടക്കം ഷിയാക്കളിൽ നിന്നാണ്. അവർ തുടങ്ങി വെച്ചതാണിത്. മുസ്ലിം ഉമ്മത്ത്, പ്രവാചകനാണ് മുസ്ലിം ഉമ്മത്തിന് ഒന്നാം സ്ഥാനമെന്ന് മനസ്സിലാക്കിയ ഷിയാക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. പ്രവാചകൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് മറ്റൊരാളില്ല എന്ന് മനസ്സിലാക്കിയ ഷിയാക്കൾ, അവർ നമ്മളറിയാതെ നമ്മൾ പ്രവാചകന്റെ മരണദിനം ആഘോഷിക്കുന്ന അവിടത്തേക്ക് മുസ്ലിം ഉമ്മത്തിനെ നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ആഘോഷത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞതാണ്. പക്ഷേ ഇത് ആഘോഷത്തിലും അപ്പുറം, അല്ലേ? ജന്മദിനം ആഘോഷിക്കൽ തന്നെ ബിദ്അത്താണ്. പക്ഷേ അതിലും അപ്പുറമായിരുന്നു ഈ വർഷം നമ്മുടെ നാട്ടിലൊക്കെ നടന്നത്. ഇനിയും അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഗൗരവത്തോടു കൂടി കണ്ടില്ല എങ്കിൽ, നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ ഈ വിഷയത്തിൽ ഉണർത്തിയില്ല എങ്കിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണണം, കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഉണർത്താൻ. നമ്മൾ പലതും പഠിക്കാൻ എത്രയോ സമയം നമ്മൾ മാറ്റിവെക്കും. ഒരു ദുനിയവിയായൊരു വിഷയമുണ്ടെങ്കിൽ, ജോലിയുമായി സംബന്ധമായി ഇന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ എൻ്റെ ജോലിയിൽ എനിക്ക് കയറ്റം ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ കുറച്ചും കൂടി പ്രൊമോഷൻ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാൽ അത് മാറി നിന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു തീർത്തിട്ടുണ്ടോ? ഓരോരുത്തരും മനസ്സിൽ തട്ടി ചോദിക്കും, ഒരു തവണയെങ്കിലും ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ? നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അത് കേൾക്കാനോ വായിക്കാനോ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താനോ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ആ പ്രവാചകന് സന്മാർഗമായി നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൽ നിന്ന് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ,
അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അത് പഠിക്കാൻ നമ്മളിരുന്നാൽ അപ്പോൾ തന്നെ ശൈത്താൻ അവിടെ വരും. പല തിരക്കുകളും നമുക്ക് ഇട്ടുതരും, അല്ലേ? പല തിരക്കുകളായിരിക്കും അങ്ങനെ ഒരവസരം നമുക്ക് ലഭിച്ചാൽ ഉണ്ടാവുക. അപ്പം അതൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ പറയുമ്പോൾ, ആയത്തുകളും ഹദീസുകളൊക്കെ പറയുന്ന സദസ്സുകളിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറച്ചുകൂടി ഗൗരവം നമുക്ക് വേണം, കുറച്ചുകൂടി ശ്രദ്ധ നമുക്ക് വേണം. കാരണം ആയത്തുകൾ പറയുന്ന സദസ്സാണ്, ഹദീസുകൾ പറയുന്ന സദസ്സാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉറക്കം വരാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി പിടിച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ആയത്തും ഹദീസൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സല്ലേ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, ഖുർആനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, ഇത് ഞാൻ ഉറങ്ങിയ ആളുകളെ കുറ്റം പറയുകയല്ല, നേരെ മറിച്ച് ശൈത്താൻ്റെ ഇടപെടലിനെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മൾ ഒരാഴ്ച 7 ദിവസം നമ്മളാകെ ക്ലാസ് കേൾക്കുന്നത് ഈ അരമണിക്കൂറാണ്. ആ അരമണിക്കൂറാണ് ശൈത്താൻ നമ്മളെ പിടികൂടുന്നത്. ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ശൈത്താൻ നമ്മളെ ദീനിൽ നിന്ന് അകറ്റാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ ശൈത്താൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നതിൽ ഉദാഹരണമാണ്, അല്ലേ? ഞാൻ ഒരു അരമണിക്കൂറാണ്, ഇപ്പോൾ ഞാനായാലും ആരായാലും ഒരമണിക്കൂറല്ലേ നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ 20 മിനിറ്റ് 25 മിനിറ്റ്. ആ 25 മിനിറ്റാണ് ശൈത്താൻ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കാരണം ഈ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹൈറ് നമുക്ക് ലഭിച്ചാൽ, ആ ഹൈറ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അത് ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം. ഇവിടെ നടക്കുന്ന മറ്റു ക്ലാസ്സുകൾ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ വെള്ളിയാഴ്ചകളിൽ, എല്ലാ വെള്ളിയാഴ്ച ഇവിടെ ഖുർആൻ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഇവിടെ 9:30 മുതൽ 10:30 മണി വരെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഓരോ ആയത്തുകൾ, അതിൻ്റെ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട തഫ്സീർ ക്ലാസ്സുകളൊക്കെ, അതൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. സുബ്ഹാനഹു വതആല കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഹക്ക് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغارا، اللهم رب ارحمهما كما ربيانا صغارا، اللهم رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.